അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളിയിൽ MLA ഇൻസ്പയർ പെരുമ്പാവൂർ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള നെൽകേജി നെൽക്കതിർ പദ്ധതി, നെൽകേജി കുട്ടി കർഷക സംഗമവും വിളവെടുപ്പ് മഹോത്സവവും വേങ്ങൂർ മാർക്കോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പാവൂർ മണ്ഡലത്തിലെ മുഴുവൻ കുഞ്ഞുങ്ങളെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. ചടങ്ങിൽ അഡ്വക്കേറ്റ് എൽദോസ് പി കുന്നപ്പള്ളിയിൽ MLA അധ്യക്ഷത വഹിച്ചു. പെരുമ്പാവൂരിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രതിനിധികളും 80ഓളം സ്കൂളുകളിൽ നിന്നായി 2000-ലധികം കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. 300ഓളം കുട്ടികൾ കർഷക വേഷം അണിഞ്ഞെത്തിയത് മന്ത്രിയെയും ആവേശഭരിതരാക്കി. നെൽകേജി പദ്ധതിയുടെ മുഖ്യ സംഘാടകൻ പവിഴം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ NP ആന്റണി, പത്മശ്രീ ജേതാവ് കുഞ്ഞോൾ മാഷ്, ജില്ലാ കർഷക ജേതാവ് ജോസഫ് കളമ്പാടൻ, പെരുമ്പാവൂരിലെ മുതിർന്ന കർഷകൻ സണ്ണി KJ, നെൽകേജി കോർഡിനേറ്റർ EV നാരായണൻ എന്നിവരെ ആദരിച്ചു. വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് കേരളം മുഴുവൻ നെൽകേജി നെൽക്കതിർ പദ്ധതി വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ എൽദോസ് കുന്നപ്പള്ളി MLA ആയിട്ടുള്ള നെൽകേജി നെൽക്കതിർ പദ്ധതിയാണ് പവിഴം റൈസുമായിട്ട് ചേർന്ന് നടപ്പാക്കിയത്. ഇത് 80 സ്കൂളുകളിൽ 10,000-ഓളം കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് നടത്തിയത്. ഇത് കുട്ടികളിൽ നെൽകൃഷി പഠിപ്പിക്കുക എന്നുള്ളതാണ്, ആദ്യ പാഠം പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് ചെയ്തത്. നമസ്കാരം, എൻ്റെ പേര് സിബി VG. ഞാൻ പെരുമ്പാവൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ്. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും പവിഴം ഓയിൽ ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ് അവരും കൂടെ ചേർന്നുകൊണ്ട് നമ്മൾ ഈ പദ്ധതി ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തലമുറ കൃഷിയിലേക്ക് വരണം. അപ്പം അതിനു വേണ്ടിയിട്ട് കുട്ടികളെ നെല്ല് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുക. അത്തരം ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഒരുപാട് വൻ സപ്പോർട്ട് നമുക്ക് ലഭ്യമായി. ഈ ആശയം പവിഴം ആന്റണിയുമായി ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം തന്നെ വളരെ പിന്തുണ നൽകി. കുട്ടികളെ പഠിപ്പിക്കാം, അതിനുള്ള വിത്ത്, വളം, മുഴുവൻ സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങളുടെ ഓഫീസ് ഗുരുക്കന്മാർ, കൃഷി ഓഫീസർമാർ, അവരെല്ലാം വലിയ സപ്പോർട്ട് നൽകി. ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ഈ പദ്ധതി പറഞ്ഞപ്പോൾ മുതൽ ഞങ്ങൾക്ക് വളരെ സപ്പോർട്ട് നൽകിയ ആളാണ്. ജില്ലാ കളക്ടർ, പഴയ കളക്ടർ വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും സ്കൂളുകളിൽ ഈ പദ്ധതി ഞങ്ങൾ ഉദ്ദേശിച്ചതിൻ്റെ 10 മടങ്ങ് വിജയമായി പോയി. മിക്ക സ്കൂളുകൾ അത് ഏറ്റെടുത്തു. സമ്മാനങ്ങൾ കിട്ടാൻ വേണ്ടിയില്ല, കൃഷിയിടങ്ങളിലേക്ക് എത്തുമ്പോൾ ഞാൻ മിക്കപ്പോഴും കൃഷിയിടങ്ങൾ കാണാൻ പോകുമ്പോൾ കുട്ടികൾ ഓടി വന്ന് വലിയ സന്തോഷമാണ് കൊണ്ട് കാണിച്ചു തരും. അവർ ഓടിക്കളിച്ച് നടക്കുന്ന അവരുടെ ഗ്രൗണ്ടിൻ്റെ കുറച്ച് ഭാഗം അവർ കൃഷിക്ക് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. പാഠപുസ്തകത്തിലുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, കുട്ടികൾ കളിക്കണം, അതോടൊപ്പം കൃഷിയെക്കുറിച്ച് പഠിക്കണം. ഒരു പുതിയ സംസ്കാരം നമ്മുടെ